തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന അധ്യായത്തിലെ 2ാം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെമ്പറേച്ചർ, ഹീറ്റ്, സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചർ ഇവയെക്കുറിച്ച് പഠിച്ചു. ഒരു വസ്തുവിന് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ വസ്തുവിന് പല മാറ്റങ്ങൾ സംഭവിക്കാം. ഒന്നുകിൽ അത് എക്സ്പാൻഡ് ചെയ്യും, അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യും. അപ്പോൾ ഇതിലെ ഓരോ കേസുകളെക്കുറിച്ചാണ് നമ്മളിനി ഓരോ ഡീറ്റെയിൽഡായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കേസ് നമുക്കറിയാം, വസ്തുക്കൾക്ക് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്യുന്നുവെന്ന്. അപ്പോൾ അതിനൊരു ചെറിയൊരു ഉദാഹരണം നമുക്ക് പറയാം. അതായത് സീൽഡ് ആയിട്ടുള്ള ഒരു ബോട്ടിലിൻ്റെ മെറ്റാലിക് ലിഡ്, ഇത് നമുക്ക് തുറക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇതിനെ നമ്മൾ ചൂടുവെള്ളത്തിലേക്ക് ഇടും. അതായത് വാം വാട്ടറിനകത്ത് പ്ലേസ് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ഈ കുപ്പിയുടെ അടപ്പ് എളുപ്പത്തിൽ ഊരിയെടുക്കാനായിട്ട് പറ്റുന്നു. ഇതൊരു കൂൾ റൂമിൽ, ഒരു തണുത്ത മുറിയിൽ വെച്ച് പാർഷ്യലി ഇൻഫ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബലൂൺ വാം വാട്ടറിലേക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഇൻഫ്ലേഷൻ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ നമുക്കറിയാം, നമ്മൾ ഹീറ്റ് കൊടുത്ത സമയത്ത് ആ വസ്തുവിൻ്റെ ഡയമെൻഷന് ചേഞ്ച് ഉണ്ടാകുന്നു. ഇപ്പം കുപ്പിയുടെ അടപ്പ് ഊരുന്നതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്തു. ആ മെറ്റാലിക് ലിഡ് എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എളുപ്പത്തിൽ ഊരിയെടുക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ബലൂണിനകത്തുള്ള എയർ, കൂൾ റൂമിൽ നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്ത ബലൂണാണ്. അത് നമ്മൾ ഹോട്ട് വാട്ടറിലേക്ക് വെക്കുന്ന സമയത്ത് ആ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് അത് കുറച്ചുകൂടെ വലിപ്പത്തിലായി മാറുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഒരു വസ്തുവിന് ഹീറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഡയമെൻഷന് ചേഞ്ച് ഉണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ ദ ഡയമെൻഷൻസ് ഓഫ് എ ബോഡി ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ഇറ്റ്സ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് തെർമൽ എക്സ്പാൻഷൻ. ഇനി തെർമൽ എക്സ്പാൻഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെയിൻലി ഇത് 3 ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ലെങ്ത് ഉള്ള ഒരു റോഡ്, ഇതിന് നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും അതിനുണ്ടാകുന്ന ഡയമെൻഷണൽ ചേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത് കൂടും. അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കൾക്ക് നമ്മൾ പറയും ദേ ആർ സെഡ് ടു ഹാവ് ലീനിയർ എക്സ്പാൻഷൻ. അതേസമയം നമ്മളിപ്പോൾ ഒരു തിൻ ഷീറ്റാണ് എടുക്കുന്നത്, തിൻ ഷീറ്റ് ഓഫ് മെറ്റൽ എടുക്കുകയാണ്. ഇതിന് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ലെങ്തും കൂടാം, ബ്രെഡ്ത്തും കൂടാം. ദാറ്റ് മീൻസ് അതിൻ്റെ സർഫസ് ഇൻക്രീസ് ചെയ്യും, അതായത് ഏരിയ ഇൻക്രീസ് ചെയ്യും. അങ്ങനെയുള്ള വസ്തുക്കൾക്ക് നമുക്ക് പറയാം ഇറ്റ് ഈസ് സെഡ് ടു ഹാവ് ഏരിയ എക്സ്പാൻഷൻ. അതേസമയം നമ്മളൊരു ക്യൂബിനെയാണ് ഹീറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ക്യൂബ് മീൻസ് 3 ഡയമെൻഷൻ, അതായത് വോളിയമുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ അങ്ങനെ ഒരു വസ്തുവിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലെങ്തിനും ബ്രെഡ്ത്തിനും ഹൈറ്റിനും ഒക്കെ വ്യത്യാസം ഉണ്ടാവാം. ദാറ്റ് മീൻസ് ദ ബോഡി ഈസ് സെഡ് ടു ഹാവ് വോളിയം എക്സ്പാൻഷൻ. അപ്പോൾ അങ്ങനെ നമുക്ക് 3 ടൈപ്പ് എക്സ്പാൻഷൻ ഉണ്ട്. അതായത് ലീനിയർ എക്സ്പാൻഷൻ, ഏരിയ എക്സ്പാൻഷൻ ആൻഡ് വോളിയം എക്സ്പാൻഷൻ. ഇനി ഇതിൻ്റെ ഓരോ കേസുകളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ലീനിയർ എക്സ്പാൻഷൻ. ലെങ്ത് ഉള്ള ഒരു റോഡ്, അതായത് ഇനിഷ്യൽ ലെങ്ത് ആണ്. ഇങ്ങനെയുള്ള ഒരു റോഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യും, ഹീറ്റ് എനർജി കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ ഡെൽറ്റ ടി റൈസ് ചെയ്തു, ഡെൽറ്റ ക്യാപിറ്റൽ ടി റൈസ് ചെയ്തു എന്നിരിക്കട്ടെ. ആ സമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വസ്തുവിനൊരു ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടാകുന്നുണ്ട്, ദാറ്റ് ഈസ് ഡെൽറ്റ എൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡെൽറ്റ എൽ ബൈ എൽ, ദാറ്റ് ഈസ് കോൾഡ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത്, അതായത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അത് നമ്മൾ ഒരുപാട് കേസിൽ ഇങ്ങനെ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഒരുപാട് എക്സ്പെരിമെൻറ്റ് വെച്ചുകൊണ്ട് നമ്മൾ ഈ ഓരോ കേസിൽ ഓരോ ലെങ്തിലുള്ള വസ്തുവും എക്സ്പാൻഡ് ചെയ്ത് അതിന് ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടായി, അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ടെമ്പറേച്ചറും ഒക്കെ എടുത്ത് സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായ ഒരു വസ്തുതയെന്ന് പറയുന്നത്, ദിസ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ദറ്റ് ഈസ് ഡെൽറ്റ എൽ ബൈ എൽ പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി. We can remove the proportionality sign using a constant alpha L. That is delta L by L equal to alpha L into delta T. Alpha suffix L.
that alpha L is called coefficient of linear expansion. അപ്പോൾ നമ്മൾ ആൽഫ എല്ലിൻ്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? ആൽഫ എൽ ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഇൻറ്റു റൈസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ആൽഫ എല്ലിനെ വിളിക്കുന്ന പേരാണ് കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഇതിൻ്റെ യൂണിറ്റ് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആൽഫ എൽ ഈക്വൽ ടു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളത് വെച്ചൊന്ന് ചെയ്തു പോയി കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ദാറ്റ് ഈസ് മീറ്റർ, ഒറിജിനൽ ലെങ്ത് മീറ്റർ ഇൻറ്റു ടെമ്പറേച്ചർ, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ദാറ്റ് ഈസ് കെൽവിൻ. അപ്പോൾ യൂണിറ്റ് ഓഫ് ആൽഫ എൽ ഈസ് കെൽവിൻ ഇൻവേഴ്സ്, അതായത് കെ റൈസ് ടു -1. ഇനി നമ്മൾ നോക്കുക, ഇതിനകത്തൊരു ടേബിൾ കാണിച്ചിട്ടുണ്ട്. ആ ടേബിളിൽ കുറേ വസ്തുക്കളുടെ, കുറേ മെറ്റീരിയൽസിൻ്റെ ലീനിയർ എക്സ്പാൻഷൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. നോക്കുക, മെറ്റീരിയൽസും അതുപോലെ അവയുടെ കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ, അതിൻ്റെ ബ്രാക്കറ്റിൽ ആൽഫ എൽ ഇൻറ്റു 10⁻⁵ കെൽവിൻ ഇൻവേഴ്സ് ആണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അലൂമിനിയം, മെറ്റൽസിൻ്റെ ഒക്കെ കേസിൽ കണ്ടോ അതിൻ്റെ വാല്യൂ കുറച്ച് ഹൈ ആണ്. അതായത് അലൂമിനിയം 2.5, ബ്രാസ് 1.8, അയൺ 1.2 ആൻഡ് സോ ഓൺ. അതുപോലെ ഗ്ലാസിൻ്റെ കേസ് നോക്കി കഴിഞ്ഞാൽ പൈറക്സ് ഗ്ലാസിൻ്റെത് 0.32 ഇൻറ്റു 10⁻⁵ ആണ്. അതേസമയം നമ്മുടെ അയണിൻ്റെ കേസിലാണെങ്കിൽ 1.2. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മുകളിൽ വരുന്ന ഈ മെറ്റൽസിനെല്ലാം വെരി ഹൈ കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ വസ്തുക്കൾ, അതായത് ഈ മെറ്റൽസ് എല്ലാം പെട്ടെന്ന് ഇൻക്രീസ് ഇൻ ലെങ്ത് പ്രൊഡ്യൂസ് ചെയ്യും. ആൽഫ എൽ ഈസ് ഗ്രേറ്റർ. ദാറ്റ് മീൻസ് ഒരേ ടെമ്പറേച്ചർ നമ്മളിപ്പോൾ ഇതിന് രണ്ടിനും, ഇപ്പോൾ ഗ്ലാസിനും അലൂമിനിയത്തിനും ഒരേ റൈസ് ഇൻ ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കുകയാണ്. രണ്ടിനെയും ഒരു 10 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ഒരു 50 ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂടാക്കുകയാണ്. ഒരു ഗ്ലാസ് റോഡും അലൂമിനിയം റോഡും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഒരേ ലെങ്തും ഒരേ ഡയമെൻഷനും ഒക്കെ ഉള്ളതാണെങ്കിൽ അവിടെ കൂടുതൽ എലോങ്ങേഷൻ സംഭവിക്കാൻ പോകുന്നത് അലൂമിനിയത്തിനാണ്. ബിക്കോസ് ഇറ്റ്സ് ആൽഫ എൽ വാല്യൂ ഈസ് ഹൈ. ഇപ്പോൾ ഒരു വസ്തുവിനെ നമ്മളൊരു ഷീറ്റ് ഓഫ് മെറ്റൽ, അങ്ങനെയുള്ളൊരു വസ്തുവിനെ നമ്മൾ ചൂടാക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ആ വസ്തുവിന് ഏരിയയ്ക്കാണ് ചേഞ്ച് ഉണ്ടാകുന്നത്, ചേഞ്ച് ഇൻ ഏരിയ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വസ്തുവിൻ്റെ കേസിലും ഇതുപോലെ ചേഞ്ച് ഇൻ ഏരിയ ബൈ ഒറിജിനൽ ഏരിയ, ദാറ്റ് ഈസ് കാൾഡ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഏരിയ. ഇറ്റ് ഈസ് ആൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റൈസ് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ഡെൽറ്റ എ ബൈ എ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി. We can remove that proportionality sign using a constant called alpha A, which is called coefficient of area expansion. Its unit is also equal to Kelvin inverse. Then volume expansion. ഇപ്പോൾ നമുക്ക് സോളിഡ്സിൻ്റെ കേസിലാണെങ്കിൽ സോളിഡ്സിന് ഇത് മൂന്നും പോസിബിൾ ആണ്. ലെങ്ത്, അതായത് ലീനിയർ എക്സ്പാൻഷൻ ഉണ്ടാവാം, ഏരിയ എക്സ്പാൻഷൻ ഉണ്ടാവാം, വോളിയം എക്സ്പാൻഷൻ ഉണ്ടാകാം. അതേസമയം നമുക്കറിയാം നമ്മുടെ ഫ്ലൂയിഡ്സിന്, അതായത് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്, ആ കാറ്റഗറി വരുന്നതിന് നമുക്ക് വോളിയം എക്സ്പാൻഷൻ മാത്രമേ പോസിബിൾ ആകത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഇപ്പം നമ്മളൊരു ഗ്യാസിനെ ഒരു ലിക്വിഡിനെയും ഒക്കെ നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു വസ്തുത, ദ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി rise in temperature, that is delta V by V proportional to delta T. We can remove the proportionality sign using constant alpha V, which is called coefficient of volume expansion. അവിടെയും നമ്മൾ ആൽഫ വിയുടെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ we get delta V by V into delta T. ഇത് വെച്ച് നമ്മൾ യൂണിറ്റ് എഴുതി നോക്കിയേ. യൂണിറ്റ് ഓഫ് ആൽഫ വി ഈസ് വാട്ട്? ഇറ്റ് ഈസ് ആൾസോ ഈക്വൽ ടു കെൽവിൻ ഇൻവേഴ്സ്. ഇനി കോയിഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ വോളിയം എക്സ്പാൻഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി അതൊരു കോൺസ്റ്റൻ്റ് അല്ല, അത് ടെമ്പറേച്ചറിനനുസരിച്ച് ചിലപ്പോൾ മാറാം. ദറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോയിഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഈസ് strictly not a constant and it depends on the temperature. അപ്പോൾ ഇവിടെ നമുക്കൊരു ഗ്രാഫ് കാണിക്കുന്നുണ്ട്, അതായത് കോപ്പറിൻ്റെ കേസിലുള്ള ഒരു ഗ്രാഫ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോപ്പറിൻ്റെ കേസിൽ
ഈ ഗ്രാഫ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇതിനകത്ത് ആൽഫ വി, അതായത് കോയിഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഹയർ ടെമ്പറേച്ചറിൽ എത്തുമ്പോഴാണ് ഏകദേശം കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. അതായത് ഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ടെമ്പറേച്ചറും കോയിഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷനും തമ്മിലുള്ള ഒരു ഗ്രാഫാണിത്. അപ്പോൾ ആ ഗ്രാഫ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലോവർ ടെമ്പറേച്ചറുകളിൽ ആൽഫ വി നമുക്കറിയാം ഒരു ചെറിയ വിലയിൽ നിന്നും ഒരു മാക്സിമത്തിലേക്ക് വരുന്നുണ്ട്. അതേസമയം ഹയർ ടെമ്പറേച്ചറിലേക്ക് വരുന്ന സമയത്ത് ആൽഫ വി റിമൈൻസ് എ കോൺസ്റ്റൻറ്റ്. ഈ ടേബിൾ ശ്രദ്ധിക്കുക. ഈ ടേബിളിനകത്ത് നമുക്ക് കുറേ മെറ്റീരിയൽസും അവയുടെ കോയിഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷനുമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം അവിടെ നമുക്ക് അലൂമിനിയത്തിൻ്റെ കേസിൽ 7 × 10⁻⁵ വരുന്നുണ്ട്. അതേസമയം താഴേക്ക് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, വാട്ടറിൻ്റെ കേസ്, വാട്ടർ 20.7 × 10⁻⁵. അതേസമയം ആൽക്കഹോൾ, അതായത് എത്തനോൾ 1 ton × 10⁻⁵. അതായത് വെരി ഹൈ വോളിയം എക്സ്പാൻഷനാണ് ആൽക്കഹോളിന് വരുന്നത്. അതുകൊണ്ടാണ് ആൽക്കഹോൾ നമ്മൾ തെർമോമീറ്റർ ലിക്വിഡായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മെർക്കുറിയുടെ കേസ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 18.2 × 10⁻⁵ കെൽവിൻ ഇൻവേഴ്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ, അതായത് മെർക്കുറി, ആൽക്കഹോൾ, ഇങ്ങനെയൊക്കെയുള്ള കേസുകളിൽ അവയുടെ വോളിയം എക്സ്പാൻഷൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ താരതമ്യേന വലുതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മെറ്റീരിയൽസ് നമ്മൾ ഈ ലിക്വിഡ്സ് തെർമോമീറ്റർ ലിക്വിഡ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇതിനകത്ത് ഇൻവാർ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ കാണിക്കുന്നുണ്ട്. ഇൻവാറിൻ്റെ കേസിൽ അതൊരു അലോയി ആണ്. അതിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഈസ് 2 × 10⁻⁶. അതായത് ഈ ടേബിൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും കുറവ് വോളിയം എക്സ്പാൻഷൻ വരുന്ന, കോയിഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ വരുന്ന രണ്ട് മെറ്റീരിയൽസാണ്. ഒന്ന് ഗ്ലാസ്, അതായത് പൈറക്സ് ഗ്ലാസും അതുപോലെ തന്നെ ഇൻവാറും. അപ്പോൾ ഇതിനകത്ത് ഈ ഇൻവാർ എന്ന് പറഞ്ഞ മെറ്റീരിയലിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മൾ പെൻഡുലം നിർമ്മിക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലോക്കുകളുടെയൊക്കെ പെൻഡുലം നിർമ്മിക്കാനായിട്ട് ഇൻവാറാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ചൂട് കൂടുന്ന സമയത്ത് പെൻഡുലം എക്സ്പാൻഡ് ചെയ്ത് ടൈമിൻ്റെ വേരിയേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോയിഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ കുറഞ്ഞ ഇൻവാർ എന്ന് പറയുന്ന മെറ്റീരിയലാണ് നമ്മൾ കോമൺ ആയിട്ട് ഈ പെൻഡുലത്തിനകത്ത് യൂസ് ചെയ്യുന്നത്. ക്ലോക്കിൻ്റെ പെൻഡുലം നിർമ്മിക്കാനായിട്ട് ഇൻവാറാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സാധാരണ ഇപ്പം നമ്മൾ പറയുന്നത് ഏത് മെറ്റീരിയൽ ആയാലും നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഹീറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? കോൺട്രാക്റ്റ് ചെയ്യും. അതേസമയം ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമ്മുടെ വാട്ടർ. വാട്ടർ എക്സിബിറ്റ് സം അനോമലസ് ബിഹേവിയർ. ഇപ്പോൾ നമുക്ക് സാധാരണ പൊതുവേ നമുക്കറിയാം, നമ്മൾ ഏത് വസ്തുവിനെയും ചൂടാക്കിയാൽ, അതായത് താപം കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്യും. അതുപോലെ ഹീറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തോ ചെയ്യും? കോൺട്രാക്റ്റ് ചെയ്യും. പക്ഷേ വാട്ടറിൻ്റെ കേസ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, വാട്ടറിനെ നമ്മൾ ചൂടാക്കിയാൽ 0°C വാട്ടറിനെ നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ് ടു 4°C വരെ അതിന് വോളിയം ഡിക്രീസ് ചെയ്യും, അതായത് കോൺട്രാക്റ്റ് ചെയ്യും. ഇൻസ്റ്റെഡ് ഓഫ് എക്സ്പാൻഡിങ് ഇറ്റ് ഷോസ് കോൺട്രാക്റ്റിംഗ് ടെൻഡൻസി. അതായത് 4°C വരെ ഈ പ്രോപ്പർട്ടി തുടരും. ദെൻ 4°C കഴിഞ്ഞു കഴിയുമ്പോൾ വാട്ടർ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്ത് തുടങ്ങും. ഇത് വാട്ടറിൻ്റെ ഒരു അനോമലസ് ബിഹേവിയറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വാട്ടറിന് മിനിമം വോളിയം വരുന്നത് 4°C. സോ ഇറ്റ് ഹാസ് മാക്സിമം ഡെൻസിറ്റി അറ്റ് 4°C. യു ക്യാൻ സീ ദ ഗ്രാഫ്സ്. നോക്കുക, അതിൽ ഒന്നാമത്തെ ഗ്രാഫ് വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള വേരിയേഷൻ കാണിക്കുന്ന ഗ്രാഫാണ്. ആ ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 0 തൊട്ട് 4°C വരെയുള്ള കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വോളിയം ഡിക്രീസ് ചെയ്ത് 4°C എത്തുമ്പോൾ മിനിമം ആകുന്നു. ദെൻ ഇറ്റ് ഇൻക്രീസസ്. അതേപോലെ തന്നെ അടുത്ത ഗ്രാഫ്, അതായത് ഡെൻസിറ്റിയുടെ ഗ്രാഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡെൻസിറ്റിയുടെ കേസിൽ എന്ത് സംഭവിക്കുന്നു? അതായത് 0°യിലാകുന്ന നിൽക്കുന്ന സമയത്തുള്ള ഡെൻസിറ്റിയിൽ നിന്നും 4°C എത്തുന്നത് വരെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്ത് വരികയാണ്. ആൻഡ് അറ്റ് 4°C ദ ഡെൻസിറ്റി ബിക്കംസ് മാക്സിമം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദ ഡെൻസിറ്റി ആൾസോ ഡിക്രീസസ്. മീൻസ് വാട്ടർ ഹാസ് മിനിമം വോളിയം
at 4 degrees Celsius means it has maximum density at 4 degrees Celsius. നമ്മൾ ഇപ്പം വെള്ളത്തിനെ കൂളി ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ നമുക്കറിയാം കൂളി ചെയ്യുമ്പം സാധാരണഗതിയിൽ അത് കോൺട്രാക്റ്റ് ചെയ്യണം. അപ്പം വെള്ളത്തിനെ നമ്മൾ കൂളി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 ഡിഗ്രി സെൽഷ്യസ് വരെ അത് കോൺട്രാക്റ്റ് ചെയ്ത് വരും. പക്ഷേ 4 ഡിഗ്രി സെൽഷ്യസ് കഴിയുമ്പോൾ ഇതെന്തോ ചെയ്യും? ഇൻസ്റ്റെഡ് ഓഫ് കോൺട്രാക്റ്റിംഗ് ഇറ്റ് ഷോസ് എക്സ്പാൻഷൻ. ദറ്റ് ഈസ് കാൾഡ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. ഇത് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാവുന്ന ഒരു കാര്യമാണ്. കാര്യം നിങ്ങൾ ഒരു ബോട്ടിൽ നിറച്ച് വെള്ളം എടുത്ത്, അതായത് ഒട്ടും സ്പേസ് ഇല്ലാതെ ഒരു ബോട്ടിൽ നിറച്ച് വെള്ളം എടുത്ത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെച്ച് നോക്കണം. വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ബോട്ടിൽ പൊട്ടിപ്പോകും. അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ഡിഗ്രി, അതായത് 4 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് താഴേക്ക് വരുംതോറും അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഇൻസ്റ്റെഡ് ഓഫ് കോൺട്രാക്റ്റിംഗ് ഇറ്റ് ഷോസ് എക്സ്പാൻഷൻ. ദറ്റ് ഈസ് കോൾഡ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. ഈ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ, ഈ ഫിനോമിനൻ കൊണ്ട് നമുക്ക് കുറേ ഗുണങ്ങളുമുണ്ട്, അതുപോലെ തന്നെ ദോഷവുമുണ്ട്. ദോഷം എന്ന് പറയുന്നത് നമ്മുടെ ഈ ടെമ്പറേച്ചർ മൈനസ് ടെമ്പറേച്ചറിലേക്ക് പോകുന്ന സ്ഥലത്ത്, അതായത് നമ്മുടെ കോൾഡ് കൺട്രീസിലൊക്കെ വരുന്ന സമയത്ത് അവിടുത്തെ കൃഷി നശിച്ചു പോകാനുള്ള ഒരു കാരണമായത്. അതായത് ഇതിൻ്റെ നമുക്കറിയാം സസ്യങ്ങളുടെ സൈലം ഫ്ലോയം വെസൽസിലൊക്കെ വാട്ടർ കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ ഇതുപോലെ താഴ്ന്ന് 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴെ വരുമ്പോഴത്തേക്ക് ഈ അതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് എന്തോ ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. വാട്ടർ എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ക്രോപ്സ് ലാർജ് സ്കെയിലിൽ ഇങ്ങനെ നശിച്ചു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പൈപ്പ് ലൈനുകൾ, നിറയെ വെള്ളം പോകുന്ന പൈപ്പ് ലൈനുകളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ടെമ്പറേച്ചർ ഇങ്ങനെ താഴ്ന്നു കഴിഞ്ഞാൽ 4 ഡിഗ്രി സെൽഷ്യസിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആ വെള്ളം അവിടെ എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പൈപ്പ് ലൈൻസൊക്കെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ദോഷങ്ങളാണ്. പക്ഷേ അനോമലസ് എക്സ്പാൻഷൻ കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ട്. പ്രയോജനം എന്ന് പറയുന്നത് നമ്മുടെ അക്വാട്ടിക് ലൈഫ്, അതായത് പോളാർ റീജിയൻസിലൊക്കെ അക്വാട്ടിക് ലൈഫ് സർവൈവ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം ഈ അനോമലസ് എക്സ്പാൻഷനാണ്. ഇപ്പോൾ നമുക്കറിയാം പോളാർ റീജിയൻസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓഷൻ എന്ന് പറയുന്നത് ഐസ് മൂടിക്കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് അതിൻ്റെ ആ ലേക്കിൻ്റെ അല്ലെങ്കിൽ ആ ഓഷനാണെങ്കിലും അതിൻ്റെ അടിത്തട്ട് തൊട്ട് മുകൾ വരെ ഐസ് കാണത്തില്ല. മുകളിൽ മാത്രമേ ഐസ് കാണത്തുള്ളൂ, അടിയിൽ വെള്ളം കാണും. അപ്പോൾ ഇതിൻ്റെ ജലാശയങ്ങളുടെ അടിത്തട്ട് മുതൽ മുകൾ വരെ ഒരേപോലെ ഐസ് കാണത്തില്ല. അതായത് മുകളിൽ മാത്രമേ, സർഫസിൽ മാത്രമേ ഐസ് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അടിയിലേക്ക് നമുക്ക് വാട്ടർ കണ്ടൻറ്റ് കാണും. അതിന് കാരണം ഈ അനോമലസ് എക്സ്പാൻഷനാണ്. കാരണം അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ ഫാൾ ചെയ്യുന്നതനുസരിച്ച് ഈ വാട്ടറിൻ്റെ, ഇപ്പോൾ ഒരു ജലാശയമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുക, അപ്പോൾ ആ സ്ഥലത്തെ ടെമ്പറേച്ചർ താഴ്ന്നുകൊണ്ടിരിക്കുമ്പം ഈ വാട്ടറിൻ്റെയും ടെമ്പറേച്ചർ ഫാൾ ചെയ്യും. അപ്പോൾ 4 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴത്തേക്ക് വാട്ടറിന് മാക്സിമം ഡെൻസിറ്റി ആവും. അപ്പോൾ അങ്ങനെ മാക്സിമം ഡെൻസിറ്റി വരുന്ന 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളം, ഡെൻസിറ്റി കൂടിയ വെള്ളം താഴേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ വീണ്ടും താഴുകയാണെങ്കിൽ മുകളിലുള്ള ലെയേഴ്സ് അതിൻ്റെ ടെമ്പറേച്ചർ താഴുന്നതിൻ്റെ ഫലമായിട്ട് അത് ഐസായിട്ട് മാറും. ആൻഡ് ഐസ് ഈസ് ലെസ് ഡെൻസ് ദാൻ വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളത്തിനേക്കാളിലും ഡെൻസിറ്റി കുറവാണ് ഐസിന്. അങ്ങനെ ഫോം ചെയ്യുന്ന ഐസ് എന്ത് ചെയ്യും? ഈ ജലാശയത്തിൻ്റെ ഉപരിതലത്തിൽ അങ്ങ് നിറയും. അപ്പോൾ അതിന് ഡെൻസിറ്റി കുറവായതുകൊണ്ട് അടിയിലുള്ള 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിന് ഡെൻസിറ്റി കൂടുതലാണ്. പിന്നെ ഈ നിൽക്കുന്ന ഐസ് എന്ന് പറയുന്നത് പിന്നെ ഒരു ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യും. അപ്പം അടിയിലുള്ള വെള്ളവും മുകളിലുള്ള അറ്റ്മോസ്ഫിയർ, അപ്പോൾ അത് മൈനസ് ടെമ്പറേച്ചറിലൊക്കെ പോയാൽ പോലും അവർ തമ്മിലുള്ള ഹീറ്റ് എക്സ്ചേഞ്ച് ഇത് തടഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ അക്വാട്ടിക് ലൈഫ് സർവൈവ് ചെയ്യുന്നതിന് ഈ അനോമലസ് എക്സ്പാൻഷൻ ഒരു കാരണമാകുന്നു. ഗ്യാസിൻ്റെ കേസിലേക്ക് പോയി കഴിഞ്ഞാൽ, ഗ്യാസുകളുടെ കേസിൽ എങ്ങനെയാണ് എക്സ്പാൻഷൻ? ഇപ്പോൾ ഗ്യാസസ് ഓർഡിനറി ടെമ്പറേച്ചറിൽ സോളിഡ്സിനെയും ലിക്വിഡ്സിനേക്കാളിലും കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. സോളിഡ്സിനും ലിക്വിഡ്സിനും ഉണ്ടാകുന്ന എക്സ്പാൻഷനേക്കാളിലും കൂടുതലാണ് വാതകങ്ങൾക്കുണ്ടാകുന്ന എക്സ്പാൻഷൻ. ഇപ്പോൾ ലിക്വിഡ്സിൻ്റെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ ആശ്രയിക്കുന്നില്ല. പക്ഷേ ഗ്യാസുകളുടെ കേസിൽ അത് ടെമ്പറേച്ചറിനെ ആശ്രയിക്കുന്നുണ്ട്. അതായത് ഇൻ ലിക്വിഡ്സ് ആൽഫ വി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ, ബട്ട് ഇൻ ഗ്യാസസ് ആൽഫ വി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കിവിടെ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ള ഐഡിയൽ ഗ്യാസിൻ്റെ ഒരു കേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും
ഗ്യാസസിൻ്റെ കേസിൽ കോയിഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. നോക്കുക, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഐഡിയൽ ഗ്യാസ് ഇക്വേഷനാണ് പി വി ഈക്വൽ ടു മ്യൂ ആർ ടി, വേർ മ്യൂ ഈസ് ദ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇക്വേഷനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. കോൺസ്റ്റൻറ്റ് പ്രഷർ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ശരിക്കും ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വരുന്നത് പി ഡെൽറ്റ വി പ്ലസ് വി ഡെൽറ്റ പി. പക്ഷേ കോൺസ്റ്റൻറ്റ് പ്രഷർ ആയതുകൊണ്ട് ഡെൽറ്റ പി ഈക്വൽ ടു 0. അപ്പോൾ ആ സെക്കൻഡ് ടേം അങ്ങ് പോകും. നമുക്ക് കിട്ടുന്നത് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ വി ഗെറ്റ് പി ഡെൽറ്റ വി ഈക്വൽ ടു മ്യൂ ആർ ഡെൽറ്റ ടി. ഉണ്ടല്ലോ, ഈ ഇക്വേഷനെ നമ്മൾ നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുന്നു. അതായത് പി ഡെൽറ്റ വി ഈക്വൽ ടു മ്യൂ ആർ ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ പി വി ഈക്വൽ ടു മ്യൂ ആർ ടി. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് ഡെൽറ്റ വി ബൈ വി ഈക്വൽ ടു ഡെൽറ്റ ടി ബൈ ടി. അതിൽ നിന്ന് നമ്മൾ ആൽഫ വിയുടെ വിലയൊന്ന് എഴുതി നോക്കി. ആൽഫ വി എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ് ആൽഫ വി? ഡെൽറ്റ വി ബൈ വി ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് ആൽഫ വി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആൽഫ വി ഈക്വൽ ടു 1/t എന്ന് കിട്ടും. അതായത് കോയിഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഈസ് ഈക്വൽ ടു 1 absolute temperature. That is reciprocal of absolute temperature. That means coefficient of volume expansion depends on temperature. As temperature increases, alpha V decreases. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ആൽഫ വിയുടെ വില ഡിക്രീസ് ചെയ്യുന്നു. അതായത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ ആൽഫ വിയുടെ വില 3.7 ഇൻറ്റു 10⁻³ കെൽവിൻ ഇൻവേഴ്സ് ആണ്. ഇത് സോളിഡ്സിനെയും ലിക്വിഡ്സിനെയൊക്കെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതേസമയം ടെമ്പറേച്ചർ കൂടിക്കഴിയുമ്പോൾ ആൽഫ വിയുടെ വില ഡിക്രീസ് ചെയ്യുന്നു. ഇപ്പം റൂം ടെമ്പറേച്ചറിൽ കോൺസ്റ്റൻറ്റ് പ്രഷർ കീപ്പ് ചെയ്തുകൊണ്ട് റൂം ടെമ്പറേച്ചറിൽ നമ്മളൊരു ഗ്യാസിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 3300 ഇൻറ്റു 10⁻⁻6 കെൽവിൻ ഇൻവേഴ്സ് ഉണ്ടല്ലോ. നേരത്തെ നമുക്ക് കിട്ടിയത് 3.7 ഇൻറ്റു 10⁻⁻3 0 ഡിഗ്രി സെൽഷ്യസിൽ. അപ്പോൾ ഇവിടെ റൂം ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ അതെന്തോ പറ്റുന്നു, കുറയുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ഗ്യാസുകളുടെ കേസിലുള്ള കോയിഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനും കോയിഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. വാട്ട് ഈസ് ദ റിലേഷൻ കണക്റ്റിംഗ് കോയിഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ആൻഡ് കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ? അപ്പോൾ ഇവിടെ നമ്മളൊരു ക്യൂബ് എടുക്കുകയാണ്. L ലെങ്ത് ഉള്ള ഒരു ക്യൂബ് എടുക്കുകയാണ്. ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ വോളിയം L³ ആണ്. ഇനിഷ്യൽ വോളിയം ക്യാപിറ്റൽ V എന്ന് പറയുന്നത് L³ ആണ്. ഇതിന് നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണ്. ഹീറ്റ് കൊടുത്ത് ഇതിൻ്റെ ടെമ്പറേച്ചർ ഡെൽറ്റ ടി റൈസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡും ഒരുപോലെ എക്സ്പാൻഡ് ചെയ്യുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുക. അതായത് ഇതിൻ്റെ ഓരോ സൈഡും ഡെൽറ്റ L വീതം ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പുതിയ വോളിയം എന്ന് പറയുന്നത് ന്യൂ വോളിയം ബിക്കംസ് L പ്ലസ് ഡെൽറ്റ L ദ ഹോൾ ക്യൂബ്. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വോളിയം ഈക്വൽ ടു L പ്ലസ് ഡെൽറ്റ L ദ ഹോൾ ക്യൂബ് മൈനസ് L³. ദാറ്റ് ഈസ് നിയർലി ഈക്വൽ ടു 3L² ഡെൽറ്റ L. L പ്ലസ് ഡെൽറ്റ L ദ ഹോൾ ക്യൂബ് എടുക്കുമ്പം L³ പ്ലസ് 3L² ഡെൽറ്റ L പ്ലസ് 3L ഡെൽറ്റ L² പ്ലസ് ഡെൽറ്റ L³ വരും. അപ്പോൾ അതിൽ ആ ഡെൽറ്റ എല്ലിൻ്റെ സ്ക്വയർ ക്യൂബ് ടേംസ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. കാരണം അതിൻ്റെ വാല്യൂ നെഗ്ലിജിബിളി സ്മാൾ ആയിരിക്കും. ആൻഡ് വി നോ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ആൽഫ L ഇൻറ്റു ഡെൽറ്റ ടി ആണ്. ബോർഡ് നോക്കുക, ഇക്വേഷൻ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ ഡെൽറ്റ വിയുടെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഡെൽറ്റ വി ഈക്വൽ ടു 3L² ഡെൽറ്റ എൽ. ആ ഡെൽറ്റ എല്ലിന് പകരം നമ്മുടെ ആദ്യത്തെ ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ ഇവിടോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ആൽഫ വി ഈക്വൽ ടു 3αL. അതായത് കോയിഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഈസ് ഈക്വൽ ടു 3 times കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അതാണ് റിലേഷൻ. അടുത്തതായിട്ട് നമുക്കിതിൽ പറയേണ്ടുന്ന ഒരു കാര്യം, ഇപ്പം നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ റെയിൽവേ പാളങ്ങളിൽ എന്തിനാണ് പാളങ്ങൾക്കിടയിൽ ഗ്യാപ്പ് കൊടുക്കുന്നത്?
അപ്പോൾ അതായത് ഒരു റോഡിനെ അതിൻ്റെ രണ്ട് എൻഡ്സും നമ്മൾ ഫിക്സ് ചെയ്തേക്കാണ്, റിജിഡായിട്ട് ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ തെർമൽ എക്സ്പാൻഷൻ പ്രിവെൻറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് നമ്മളൊരു റോഡ് എടുത്തിട്ട് രണ്ട് എൻഡും ഫേമായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ വസ്തുവിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതായത് ഇതിനൊരു കംപ്രസീവ് സ്ട്രെയിൻ വരും ഡ്യൂ ടു ദ എക്സ്റ്റേണൽ ഫോഴ്സസ് പ്രൊവൈഡഡ് ബൈ ദ റിജിഡ് സപ്പോർട്ട് അറ്റ് ദി എൻഡ്സ്. അതായത് ദ റോഡ് അക്വയേഴ്സ് എ കംപ്രസീവ് സ്ട്രെയിൻ ഡ്യൂ ടു ദ എക്സ്റ്റേണൽ ഫോഴ്സസ് പ്രൊവൈഡഡ് ബൈ ദ റിജിഡ് സപ്പോർട്ട് അറ്റ് ദി എൻഡ്സ്. അപ്പോൾ അങ്ങനെ സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനകത്തൊരു സ്ട്രെസ് ഉണ്ട്. ഒരു സ്ട്രെസ്സ് വരുമ്പോഴാണ് സ്ട്രെയിൻ ഉണ്ടാകുന്നത്. അപ്പോൾ ദാറ്റ് സ്ട്രെസ് ഈസ് കോൾഡ് തെർമൽ സ്ട്രെസ്. അതായത് ഒരു വസ്തുവിൻ്റെ തെർമൽ എക്സ്പാൻഷൻ നമ്മൾ പ്രിവെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ സ്ട്രോങ് ആയിട്ട് ഫിക്സ് ചെയ്ത് തെർമൽ എക്സ്പാൻഷൻ പ്രിവെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ നമുക്ക് വിളിക്കുന്ന പേരാണ് തെർമൽ സ്ട്രെസ്. അപ്പോൾ തെർമൽ സ്ട്രെസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എഴുതിക്കോ, സ്ക്രീനിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ട്. എ സ്റ്റീൽ റെയിൽ ഓഫ് ലെങ്ത് 5 meter ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 40 centimeter square is prevented from expanding while the temperature rises by 10 degrees Celsius. Alpha steel, alpha for steel equal to 1.2 into 10 raised to minus 5 Kelvin inverse, and Young's modulus for steel, Y steel, is equal to 2 into 10 raised to 11 Pascal. Okay, എഴുതുക. Calculate the thermal stress and the external force. ഇപ്പോൾ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റാസ് കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഉണ്ട്, ആൽഫ എൽ, ആൽഫ സ്റ്റീൽ, അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. അതുപോലെ റൈസ് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട് 40 centimeter square. അത് നമ്മൾ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണം, ഇൻറ്റു 10 raised to minus 4 കൊടുക്കുക. അതുപോലെ ലെങ്ത് തന്നിട്ടുണ്ട് എൽ, അതായത് 5 meter. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത കംപ്രസീവ് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. അതായത് ഡെൽറ്റ എൽ ബൈ എൽ ആണ്. കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ്റെ ഇക്വേഷൻ ശ്രദ്ധിക്കുക. ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കംപ്രസീവ് സ്ട്രെയിൻ്റെ ഇക്വേഷൻ, അതായത് ഡെൽറ്റ എൽ ബൈ എൽ ഈക്വൽ ടു ആൽഫ എൽ ഇൻറ്റു ഡെൽറ്റ ടി എന്നൊരു ഇക്വേഷൻ കിട്ടും. നോക്കുക, അത് വെച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതായത് ഡെൽറ്റ എൽ ബൈ എൽ ഈക്വൽ ടു 1.2 ഇൻറ്റു 10 raised to minus 5 ഇൻറ്റു 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.2 ഇൻറ്റു 10 raised to minus 4. അപ്പോൾ നമുക്ക് കംപ്രസീവ് സ്ട്രെയിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. അപ്പോൾ അവിടെ ഉണ്ടായ തെർമൽ സ്ട്രെസ് നമുക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മുടെ തെർമൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു കംപ്രസീവ് സ്ട്രെയിൻ. അപ്പോൾ യങ്സ് മോഡുലസിൻ്റെ വിലയുമുണ്ട്, കംപ്രസീവ് സ്ട്രെയിൻ്റെ വിലയുമുണ്ട്. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വി ഗെറ്റ് തെർമൽ സ്ട്രെസ് ആസ് 2.4 ഇൻറ്റു 10 raised to 7 Newton per meter square. ഇനി സ്ട്രെസ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഫോഴ്സ് കാണാൻ നമുക്ക് എളുപ്പമല്ലയോ? ഫോഴ്സ് എന്ന് പറയുന്നത് എന്തുവാ? സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ഫോഴ്സ് കാണാൻ സ്ട്രെസ് ഇൻറ്റു ഏരിയ കൊടുക്കുക. അപ്പോൾ അതിന് നമ്മൾ വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ ഫോഴ്സിൻ്റെ വാല്യൂ 10 raised to 5 Newton, നിയർലി 10 raised to 5 Newton ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായി വായിച്ചതിന് ശേഷം ഈ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനും കൂടെ ഒന്ന് എഴുതുക. അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഷോ ദാറ്റ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ ഓഫ് എ റെക്റ്റാങ്കുലർ ഷീറ്റ് ഓഫ് സോളിഡ് ഈസ് ടോയ്സ് ഇറ്റ്സ് ലീനിയർ എക്സ്പാൻഷൻ. ടോയ്സ് ഇറ്റ്സ് കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതി ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൻ്റെ അടുത്ത ഒരു ഭാഗവുമായി നമുക്ക് വീണ്ടും